ഹലോ, മേക്കപ്പ് വിത്ത് സയൂരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ജന്മാഷ്ടമി വ്ലോഗാണ് കേട്ടോ. എല്ലാവരും ജന്മാഷ്ടമിയൊക്കെ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഞങ്ങളും ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലല്ല, ഞങ്ങളിപ്പോൾ ബാംഗ്ലൂരാണ്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇതിൻ്റെ വ്ലോഗ് മുന്നേ ചെയ്തിട്ടുണ്ട്. ഇന്നർ സർക്കിൾ ഗ്രൗണ്ടാണ്. അപ്പോൾ അവിടെ അവർ കുറച്ച് പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇസ്കോൺ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഇസ്കോൺ വൈറ്റ് ഫീൽഡിലുള്ള ഇസ്കോൺ ബ്രാഞ്ച് ഇവിടെ ജന്മാഷ്ടമി പ്രോഗ്രാമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ ചെന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് അവിടുത്തെ ഒരു പൂജയൊക്കെ ചെയ്യുന്ന അവിടുത്തെ ഒരു അറേഞ്ച്മെൻറ്റ്. ഇങ്ങനെയാണ്. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളും അതിനൊപ്പം തന്നെ ക്യൂ ആയിട്ടൊക്കെ പോയി തൊഴുതു. അത് കഴിഞ്ഞ് പതുക്കെ ഇറങ്ങി. നല്ല അറേഞ്ച്മെൻറ്റ്സും ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ പിന്നെ വേറൊരു കാര്യമാണ്, ഇവിടെ കൃഷ്ണനെ ഇങ്ങനെ തൊട്ടിലാട്ടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതിവിടെ പ്രധാനമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പൂജ ചെയ്യുന്നവരും ഇത് ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ തൊട്ടിലൊക്കെ ആട്ടി. അത് കഴിഞ്ഞ് ഇതിൻ്റെയൊക്കെ അടുത്ത് പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് കുട്ടികൾക്ക് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ വിതരണവും ഇതൊക്കെ സൈഡിൽ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങളുണ്ടാക്കിയ പോട്ട് പെയിൻറ്റിങ് ആണ്. അങ്ങനെ ഒരു കോമ്പറ്റീഷൻ മുന്നേ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയത്ത് ഇതൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആ കോമ്പറ്റീഷനിൽ കുട്ടികൾ ചെയ്ത സാധനങ്ങളൊക്കെയാണത്. അത് കഴിഞ്ഞ തൊട്ടടുത്താണ് ഈ തുളസി ദേവി ഉണ്ടല്ലോ. തുളസി ഇല ദേവിയായിട്ട് സങ്കല്പിച്ച് അങ്ങനെ പട്ടൊക്കെ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കിങ്ങനെ ആരതി പോലെ ചെയ്യാൻ പറ്റും. അതാണ് ഇടിഞ്ഞിൽ നമുക്ക് വിളക്ക് തരും. അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് പൂജിച്ച് അവിടെ കൊണ്ട് വെക്കാം. തുളസി ദേവിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് അവർ പട്ടൊക്കെ ചുറ്റി നല്ലോണം വെച്ചിട്ടുണ്ടായിരുന്നു. അതും അവിടുത്തെ ഒരു പ്രധാന സംഭവമാണ്. തുളസി ദേവി കൃഷ്ണ തുളസിയാണല്ലോ. അപ്പോൾ കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ അതൊക്കെ ചെയ്തു. ശരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. രാവിലെ ഒരു 6 മണി മുതൽ രാത്രി 12:30 വരെ അവർ പ്രോഗ്രാം ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പല പല സെക്ഷനായിട്ട് തന്നെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ സൈഡിൽ കൂടി ഒരു വഴിയുണ്ട്. അപ്പോൾ അവിടെ കൂടി അവരൊരു ചെറിയ സ്റ്റോളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണ് ഈ ഒരു ട്രീ വെച്ചിട്ടുള്ളത്. ഇതിൽ നമുക്ക് സ്റ്റിക്കി നോട്ട്സിൽ ഗീതാവചനങ്ങളൊക്കെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. നമുക്ക് അറിയുന്ന ഗീതാ വേഴ്സസൊക്കെ എഴുതി അവിടെ വെക്കാൻ പറ്റും. അതിനുശേഷം വരുന്നത് കുട്ടികളുടെ എക്സിബിഷനാണ്. കുട്ടികളുടെ മാത്രമല്ല, മുതിർന്നവരും അതിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മുടെ ഗീതയിലുള്ള ഭഗവത്ഗീതയിലുള്ള പല കാര്യങ്ങളും ഇപ്പോഴത്തെ ലൈഫുമായിട്ടൊക്കെ കണക്ട് ചെയ്തും ഒക്കെ ആയിട്ട് അവർ വിവരിച്ച് ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ കൃഷ്ണൻ്റെ തൊട്ടിലാട്ടുന്ന കൃഷ്ണനല്ലോ, കുഞ്ഞിക്കൃഷ്ണൻ്റെയും അതുപോലെ കൃഷ്ണനും ഗോപികമാരും ഒക്കെ ആയിട്ടുള്ളതും അതൊക്കെ മോഡലൊക്കെ ഉണ്ടാക്കി അതും ഉണ്ടായിരുന്നു. ശരിക്കും നമ്മൾ ഈ ഗീതാ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ ചെറിയ ചെറിയ മോഡൽസൊക്കെ ആയിട്ട് ഓരോ വേഴ്സസും നന്നായിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് തന്നെ അവിടെ കുറച്ച് സ്റ്റാഫിനെയൊക്കെ അവർ നിർത്തിയിട്ടുണ്ടായിരുന്നു. അവർ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഓരോ കാര്യങ്ങളായിട്ട് പറഞ്ഞു തരും. നമ്മളവിടെ നിന്നാൽ മാത്രം മതി. അപ്പം അത്രയും നല്ല രീതിയിലാണ് അവരത് ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ഈ കാണുന്നതെല്ലാം ഓരോ അർത്ഥമുള്ളതാണ്. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ജസ്റ്റ് വീഡിയോ എടുത്തു പോയതാണ്. പിന്നീടാണ് അവർ ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ക്ലിപ്പ് കൂടെ ഞങ്ങൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭഗവത്ഗീതയിലെ പ്രധാനമായിട്ടുള്ളൊരു 10 വേഴ്സസാണ് അവരവിടെ പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൻ്റെ തന്നെ ഓരോ മോഡൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന രീതിയിൽ നമ്മുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മോഡൽസാണ് കേട്ടോ അവർ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിന് ഈ ഗീത വേഴ്സസുമായിട്ട് കണക്ട് ചെയ്ത് എങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ ഭഗവത്ഗീതയുടെ വേഴ്സസൊക്കെ കൊണ്ട് ഉപകാരപ്പെടുന്നത്, കൃഷ്ണനെ ഉപാസിക്കുന്നതുകൊണ്ട് എന്താണ് ഗുണം എന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് അവർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒരുപാട് സ്റ്റാഫുകളുണ്ട്. അപ്പോൾ ഓരോ സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴും ഓരോരുത്തരായിരിക്കും നമുക്ക് പറഞ്ഞു തരിക. അപ്പം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഈ കാണുന്ന ലേഡിയാണ് കേട്ടോ. അങ്ങനെ നമുക്കിതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ഒപ്പം തന്നെ നമ്മളോട് അവർ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കത് ആൻസറൊക്കെ പറയാം. പിന്നെ 3 ഗുണങ്ങളും അതാണ് ഈ കാണുന്നത്. തമോ ഗുണം, രജോ ഗുണം, അങ്ങനെയൊക്കെയുള്ള 3 ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ 3 ഗുണങ്ങൾ നമ്മുടെ ഇപ്പോഴത്തെ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്ത് അവരെ നമുക്ക് ഡിസ്പ്ലേ ചെയ്തേക്കുന്നതാണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ടുള്ള സെക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഏതൊക്കെ രീതിയിൽ ചിന്തിക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഓരോ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിച്ചിട്ട് ശരിക്കും നമ്മുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്, നമുക്ക് സ്വയം മനസ്സിലാക്കാൻ എന്നുള്ളൊരു രീതിയിലാണ് ഈ സെക്ഷൻ വച്ചിരിക്കുന്നത്.
അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചാൻറ്റിങ് സെക്ഷനാണ്. അതായത് അവർ ജപമാല തരും, നമുക്ക് ആ മാലയൊക്കെ കൊണ്ട് അവിടെ വെച്ച് ഹരേ കൃഷ്ണ ഹരേ രാമ മന്ത്രം ഉണ്ടല്ലോ അതിങ്ങനെ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കാം. അതിങ്ങനെ ചൊല്ലി ചൊല്ലി മെഡിറ്റേറ്റ് ചെയ്ത് എത്ര സമയം വേണമെങ്കിലും നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ജപമാലയൊക്കെ അവർ തന്നെ തരും, നമ്മൾ കഴിഞ്ഞിട്ട് അവർക്ക് തിരിച്ചേൽപ്പിച്ചിട്ട് പോകണം. ആ ഒരു സെക്ഷനാണിത്. അപ്പോൾ ഒരുപാട് പേര്, പ്രത്യേകിച്ച് അപ്പൂപ്പന്മാരും അമ്മമാരും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ക്വിസ്സാണ്. ഇവിടെ നമുക്ക് സ്കാൻ ചെയ്യാം, ഒരു QR കോഡ് തന്നിട്ടുണ്ടാവും, അത് നമുക്ക് സ്കാൻ ചെയ്ത് കറക്റ്റ് ആൻസേഴ്സ് പറയുകയാണെങ്കിൽ അവർ ഗിഫ്റ്റൊക്കെ തരും. ഇപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ബുക്കായിരുന്നു കേട്ടോ, നല്ലൊരു ബുക്കായിരുന്നു. അപ്പോൾ അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സ്വീറ്റും കിട്ടും. അത് കഴിഞ്ഞ് അടുത്ത സെക്ഷൻ ഇതുപോലെ കുട്ടികൾക്കുള്ള കഥകളും ആക്ടിവിറ്റി ബുക്സും ഒക്കെയാണ്. അവിടെ നിന്ന് ഞങ്ങളൊരു ചെറിയ കഥാബുക്കും അതേപോലെ ഒരു ആക്ടിവിറ്റി ബുക്കും ആളിന് മേടിച്ചിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ചൈൽഡ് സെക്ഷനാണ്. അതായത് അവിടെ കുറേ സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്, അവരെ എൻ്റർടൈൻ ചെയ്യിക്കാനുള്ളത്. അപ്പോൾ അതിലൊന്നാണ് ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഹാൻഡ് പെയിൻറ്റിങ്ങും ഉണ്ട്, അതേപോലെ തന്നെ ഐബ്രോസിന് മേലെ അവർ പെയിൻറ്റ് ചെയ്ത് തരും. ഈ രാധയ്ക്കൊക്കെ ഇങ്ങനെ ഇടില്ലേ അതുമാതിരി. അപ്പോൾ അതിൽ മാള് ചൂസ് ചെയ്തത് മയിൽപ്പീലി ആയിരുന്നു. അങ്ങനത്തെ കയ്യിൽ മയിൽപ്പീലി വരയ്ക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. 3 കുട്ടികൾ ഇങ്ങനെ വരയ്ക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കുട്ടികളെല്ലാം ഇസ്കോണിൻ്റെ തന്നെ മെമ്പേഴ്സാണ്. ഇവർ ഫാമിലി ആയിട്ട്, നമ്മളെപ്പോഴും മെമ്പർ ആകുമ്പോൾ ഫാമിലി ആയിട്ടാണ് ഇതിൽ മെമ്പേഴ്സ് ആവുക. അപ്പോൾ കുട്ടികളും ഒപ്പം മെമ്പർ ആവും. കുട്ടികൾക്ക് അവരുടേതായ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയാണിത്. അപ്പോൾ ഇവർക്ക് ഇവരുടെ കഴിവുകൾ എന്താണെന്ന് വെച്ചാൽ ആ സ്റ്റാളിൽ അങ്ങനെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ 3 പേരുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്. ഈ മയിൽപ്പീലി, പിന്നെ ഒരു വെണ്ണയൊക്കെ നിറച്ചൊരു കുടം, അതുപോലെ കൺപീലിയുടെ മേലെ ഇങ്ങനെ നല്ലൊരു ഡിസൈൻ. ഈ രീതിയിൽ 3 കാര്യങ്ങളായിരുന്നു അവർ ചൂസ് ചെയ്തിരുന്നത്. അപ്പോൾ നമുക്കിതിൽ ഏതാണെന്ന് വെച്ചാൽ ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് നേരം അങ്ങനെ ഇരിക്കാൻ കുറച്ച് സമയം എടുത്തു, പക്ഷേ മാളിന് അത് ഭയങ്കര ഇഷ്ടമായി കേട്ടോ എന്തായാലും. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. അതിന് മുന്നേ ഇതിൻ്റെ മാള് വരച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ഞാൻ ചുറ്റുമുള്ളൊരു വീഡിയോ എടുത്താണ്. ഈ കിഡ്സ് സ്റ്റോളിനകത്ത് തന്നെ വേറൊരെണ്ണമാണ് അമ്പ ചെയ്യുന്നുണ്ടോ, ഒരു അസുരൻ്റെ പടം അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ കറക്റ്റായിട്ട് ഇങ്ങനെ അമ്പ ചെയ്യുകയാണ്. അതിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗിഫ്റ്റൊക്കെ കൊടുക്കും. അത് ഒരു ഗെയിമാണ്. പിന്നെ വേറൊരെണ്ണം ആ ബാക്കിലിരിക്കുന്നത് കണ്ടോ, കൃഷ്ണൻ്റെ ഒരു പടം, അതിങ്ങനെ അതിൽ ലഡു ഒക്കെ എറിഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും. അതൊരെണ്ണം ഉണ്ട്. പിന്നെ ഇതാ മൺകുടം ഉണ്ടാക്കുന്നത്, ഇത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളി ഇതിൽ എക്സ്പേർട്ടാണ്. അപ്പോൾ ഏത് കുട്ടിയാണോ നമ്മൾ ടിക്കറ്റ് എടുക്കണം, അത് കൊണ്ട് കൊടുക്കുമ്പോൾ അവരെ കൂടെ നിർത്തിയിട്ട് ഇതുപോലൊരു ചെറിയൊരു മൺകുടം ഉണ്ടാക്കി കൊടുക്കും. അത് നമുക്ക് വീട്ടിൽ കൊണ്ടുവരാൻ പറ്റും കേട്ടോ. നല്ല പോലെ ഉണ്ടാക്കും, നല്ല രസമാണ് കാണാൻ. പോട്രി, ചെറിയൊരു രീതിയിലുള്ള ഒരു പോട്രി, അത്രയേ ഉള്ളൂ. അപ്പോൾ അതും ഇവർ ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിരുന്ന സാധനമാണ്. അപ്പം ആളുകൊണ്ട് ഏറെക്കുറെ ആവാറായി. ഇത് ഞാൻ പറഞ്ഞത് ബാക്കിൽ കാണുന്നുണ്ടോ, ഇങ്ങനെ ലഡു എറിഞ്ഞു കൊടുക്കും. അപ്പോൾ 6 ലഡുവോ ഏതാണ്ടോ എറിഞ്ഞാൽ പ്രൈസ് കിട്ടും. അങ്ങനെയായിരുന്നു. അപ്പോൾ അതും കുട്ടികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിനൊക്കെ എല്ലാം ടിക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. 10 രൂപ 20 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇത് വേറൊരു ആക്ടിവിറ്റിയാണ്, കീ ചെയിൻ ഇയറിങ്സ് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് തന്നെ പെയിൻറ്റിങ് ഒക്കെ ചെയ്ത് ഇയറിങ്ങും കീ ചെയിനും ഒക്കെ സെറ്റാക്കാം. അങ്ങനെ മാളുവിൻ്റെ ഏകദേശം ഓക്കെ ആയി വരുന്നു. വരപ്പൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇവർ ചെറുതായിട്ട് ഗ്ലിറ്ററും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് നേരമൊക്കെ കഴിയുമ്പോൾ, ഇത് പിന്നെ അക്രിലിക് പെയിൻ്റാണ്, അതുകൊണ്ട് കൈക്ക് പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് കഴുകി കഴിയുമ്പോഴത്തേനും അത് മാറുകയും ചെയ്യും. അപ്പോൾ എന്നാലും ഒരു രസം, കുട്ടികൾക്കൊരു രസമല്ലേ. അപ്പോൾ അങ്ങനെ ഇത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് കേട്ടോ. കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല, നമുക്കും ചെയ്യാം. അങ്ങനെ ഗ്ലിറ്ററൊക്കെ ഇട്ട് മയിൽപ്പീലി അടിപൊളിയാക്കി. വളരെ നല്ല ഇഷ്ടമായി. ഈ കിട്ടുന്ന വരുമാനമൊക്കെ, അതായത് ഈ കുട്ടികളുടെ കോമ്പറ്റീഷനിലൂടെ കിട്ടുന്നതും അതേമാതിരി ബുക്സൊക്കെ വിറ്റ് കിട്ടുന്നതും, ഇതെല്ലാം അവർ ഇസ്കോണിൻ്റെ തന്നെ ഡെവലപ്മെൻറ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഒരു സംഭാവന പോലെ കൺസിഡർ ചെയ്ത് എടുക്കുന്നതാണ്. അത് കഴിഞ്ഞ് അവിടെ ലഞ്ച് ഉണ്ടായിരുന്നു. ലഞ്ച് എന്ന് പറയുമ്പോൾ ശരിക്കും 6 മണി മുതൽ, ഞാൻ പറഞ്ഞല്ലോ, രാവിലെ 6 മണി മുതൽ രാത്രി 12:30 വരെ ഈ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഏത് സമയത്ത് വരണവർക്കും ഭക്ഷണം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഓരോ സമയത്ത് ഓരോരോ രീതിയിലുള്ള ഭക്ഷണമായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ ഞങ്ങൾ ചെന്നപ്പം ഇതായിരുന്നു, ചെറിയൊരു റൈസും കേസരിയും ഒക്കെ ആയിട്ടുള്ളൊരു അടിപൊളിയായിരുന്നു കേട്ടോ ലഞ്ച്. അത് കഴിഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ സ്റ്റേജിൻ്റെ അവിടെ വന്നു. അവിടെ ഇനി പ്രോഗ്രാംസ് വരുന്നുണ്ട്. ഇതിപ്പോൾ ഏറെക്കുറെ വൈകിട്ടായി. ഞങ്ങൾ അവിടെ പോയത് ഒരു 2 മണിക്ക് ശേഷമാണ്. അത് ലഞ്ചൊക്കെ കഴിഞ്ഞ്
4 മണിയായി ഞങ്ങൾ അവിടെ വന്ന് ഇരിക്കാൻ തുടങ്ങിയപ്പോൾ. ഇനി അവിടെ പ്രോഗ്രാംസാണ്, വൈകിട്ട് മുഴുവൻ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ നടത്തുന്ന ഒരു പ്രോഗ്രാമാണ് ഇവരുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത്. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് ഈ കീർത്തനാണ് കേട്ടോ. കീർത്തൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭജന അത് തന്നെ. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. കൃഷ്ണൻ്റെ ഓരോരോ പാട്ടുകളൊക്കെ പാടി നമ്മളെയും കൂടെ ഒപ്പം പാടിക്കുകയൊക്കെ ചെയ്യും. അടിപൊളിയായിരുന്നു. ഈ കീർത്തനായിരുന്നു ആദ്യത്തെ സംഭവം. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിട്ട് കുറേ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കീർത്തൻ കഴിഞ്ഞിട്ടുള്ള അടുത്തത് ഒരു ഡാൻസ് ഡ്രാമയായിരുന്നു. ഇതിൽ ഇസ്കോണിലെ തന്നെ മെമ്പേഴ്സായിട്ടുള്ള കുറേ കുട്ടികളുണ്ട്, ഗീത ക്ലാസ്സിനൊക്കെ വരുന്ന കുറച്ച് കുട്ടികളുണ്ട്. അപ്പോൾ അവർ സംഘടിപ്പിച്ച ഒരു ഡാൻസ് ഡ്രാമയാണ്. അതായത് കൃഷ്ണൻ്റെ അവതാരങ്ങളും പിന്നെ കൃഷ്ണലീലകളും ഒക്കെ വെച്ചിട്ട് ഒരു ചെറിയൊരു ഡാൻസ് ഡ്രാമ പോലെ ഒരുവിധം എല്ലാ കുട്ടികളെയും അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊരു കുറേ കുട്ടികൾ ചേർന്നിട്ടുള്ളൊരു അടിപൊളി ഡ്രാമയായിരുന്നു. കുഞ്ഞു കുട്ടികളല്ലേ, നല്ല ക്യൂട്ടായിരുന്നു കാണാനും ഒക്കെ ആയിട്ട്. പാട്ടും ഒക്കെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ പാട്ട് ഞാൻ ഇടുന്നില്ല, കോപ്പിറൈറ്റ് വരും. ഇതാ കണ്ടോ, ഭക്തമീരയാണ് ആ കാണുന്നത്. ആ ഭക്തമീരയുടെ കഥയും ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ സ്റ്റേജിൽ അവർ പെർഫോം ചെയ്യുമ്പോൾ ബാക്കിൽ അതിൻ്റെ തന്നെ കഥകൾ കാണിക്കുന്ന രീതിയിലുള്ള പിക്ചേഴ്സാണ് അവർ വാൾപേപ്പറായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ല രസമുണ്ടായിരുന്നു. നല്ലപോലെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് പറയാതെ വയ്യ. ഇവർ മൊത്തത്തിൽ എല്ലാ പ്രോഗ്രാമും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് യശോദയാണ് കേട്ടോ. യശോദയും കണ്ണനുമാണ്, പിന്നെ കണ്ണനും ഗോപികമാരും, ആ രീതിയിൽ. അവസാനം നല്ലൊരു ഡാൻസും ഒക്കെ ആയിട്ട് അങ്ങനെ ഡാൻസ് ഡ്രാമ അവസാനിച്ചു. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അത് കഴിഞ്ഞതാ ഇത് ഭരതനാട്യമാണ്. ഇത് വേറൊരു ഡാൻസ് സ്കൂളാണ് കേട്ടോ. ഇവിടെ അടുത്തൊക്കെ തന്നെയുള്ള കുറേ ഡാൻസ് സ്കൂളുകളിൽ കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് അവർ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഇതൊരു ഡാൻസ് സ്കൂളാണ്. ഇത് മറ്റൊരു ഡാൻസ് സ്കൂളാണ്. പിന്നെ ഒരു 3-4 ഡാൻസ് സ്കൂൾസ് ഉണ്ടായിരുന്നു. അവരുടെ തന്നെ ഭരതനാട്യവും അതുപോലെ പല പല പ്രോഗ്രാംസും നാടോടി നൃത്തവും ഒക്കെ ഉണ്ടായിരുന്നു. ഇത് വേറൊരു ഫോക്ക് ഡാൻസ് പോലൊരു സാധനമാണ്. ഇത് ഒഡീസിയാണ്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഒഡീസി TV കണ്ടിട്ടുണ്ട്, പക്ഷെ നേരിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഒഡീസി കാണുന്നത്. ഇത് കുറച്ചുകൂടെ വലിയ ആൾക്കാരാണ്, ഡാൻസ് സ്കൂൾ തന്നെയാണ്. അപ്പോൾ അതും നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ദശാവതാരം കാണിക്കുന്ന ഒരു പ്രോഗ്രാമായിരുന്നു. ഇത് പിന്നെ വേറൊരു അതിലുള്ള ഒരു ഗുരുജി നമുക്കിങ്ങനെ ഗീതയെ പറ്റിയും ഗീതയുടെ പ്രധാനപ്പെട്ട കുറേ വേഴ്സസിനെ പറ്റിയിട്ടും ഒക്കെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അത് കുറച്ച് നേരം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ തന്നെ കുട്ടികളാണ് അവരുടെ കീർത്തൻ, നേരത്തെ പറഞ്ഞ മാതിരി ഭജന പോലെ കീർത്തൻ. ഇതിൽ കീർത്തൻ എന്ന് പറയുമ്പോൾ ബാക്കി കുറേ പാട്ടുകളൊന്നുമില്ല, ജസ്റ്റ് ഹരേ രാമ ഹരേ കൃഷ്ണ മന്ത്രം ഉണ്ടല്ലോ, അത് തന്നെയാണ് പല പല ട്യൂണിൽ അങ്ങനെ പാടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ വീട്ടിലോട്ട് തിരിച്ചു. അങ്ങനെ ഇത്തവണത്തെ ജന്മാഷ്ടമി അടിപൊളിയായി. നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു.